ഓം വാങ്മേ മനസി പ്രതിഷ്ഠിതാ മനോമേ വാചി പ്രതിഷ്ഠിതാ ആവിരാവിർമ ഏധി വേദസ്യ മആണിസ്തഃ ശ്രുതം മേ മാ പ്രഹാസീഹി അനേനാധീതേനാഹോരാത്രാൻ സന്തതാമി വ്രതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവദോ തദ്വക്താരമവദോ അവതു മാം അവതു വക്താരം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഇനി നമ്മൾ ഉപനിഷത്തിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ ദിവസം വളരെ സൂക്ഷ്മമായ വിഷയമാണ്, സൃഷ്ടിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഫോളോ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു ഭാഗം തന്നെയാണ്. പ്രശ്നമില്ല, നമുക്കിത് ആശയം തന്നെ ഇനിയും കിട്ടും. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ എടുക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും ബോധ്യമായിക്കോളും. ഓക്കെ, ഒന്നാമത്തെ മന്ത്രം. ഓം ആത്മാവാ ഇദമേക ഏവ അഗ്രേ ആസീത് നാന്യത് കിഞ്ചന മിഷത്. ഓം ആത്മാവാ ഇദമേക ഏവാഗ്രേ ആസീത് നാന്യത് കിഞ്ചന മിഷത്. ഓം ആത്മാ ആത്മാവ്, വാ സത്യമായും, ഇദം ഈ, ഏകം ഒന്നിനെ, ഏവം മാത്രം, അഗ്രേ ആരംഭത്തിൽ, ആസീത് ആയിരുന്നു. അരിച്ചെടുത്തതായ വാക്കുകൾ എന്താണ് ഉപനിഷത്ത് ആശയങ്ങൾ. എല്ലാ ശാസ്ത്രശാഖകൾക്കും അതിൻ്റെതായ സാങ്കേതിക പദങ്ങളുണ്ട്. നമുക്ക് ഇംഗ്ലീഷ് അറിയാവുന്നത് കൊണ്ട് മാത്രം മെഡിക്കൽ ടേംസ് ഒന്നും മനസ്സിലാവില്ല, അല്ലേ? ഡോക്ടർ കുറിച്ച് തന്ന മെഡിക്കൽ സ്റ്റോറിൽ തന്നെ കൊണ്ട് കൊടുക്കണം. അതുപോലെ അനേകം മതവിഭാഗങ്ങള്, ഉപവിഭാഗങ്ങള്, അവയുമായിട്ട് നിരന്തരം സമ്പർക്കം കൊണ്ട് മാത്രമേ അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഉപനിഷത്ത് സാഹിത്യം ശാസ്ത്രത്തിൽ വെച്ച് ശാസ്ത്രമായതുകൊണ്ട് അത്യന്തം വിശിഷ്ടങ്ങളായ പദങ്ങളാണ്, അരിച്ചെടുത്ത പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സത്യത്തെക്കുറിച്ച് വിവരിക്കുക വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം സത്യം വ്യവഹാര വിഷയമല്ല, നാം പഠിക്കേണ്ട വിഷയമല്ല. നിങ്ങൾ കേൾക്കുന്നു, ഞാൻ പറയുന്നു, ഇതൊരു വ്യവഹാരമാണ്. വേറൊരു ഉപനിഷത്തില് സത്യത്തെ വിളിക്കുന്നത് അവ്യവഹാരം എന്നാണ്. ഇത് വ്യവഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ്. മഹീദാസൻ എന്ന ഋഷി ആത്മാ വാ ഇദം ഏക ഏവ അഗ്രേ
ആസീത് എന്നെങ്കിലും പ്രസ്താവിച്ചു. എന്നാല് വേറെ സന്ദർഭത്തിൽ സനകാദി കുമാരന്മാർ 4 പേരും സംഹാരമൂർത്തിയായ സാക്ഷാൽ ദക്ഷിണാമൂർത്തിയുടെ അടുത്തേക്ക് പോയിട്ട് ഗുരുവിന്റെ സമക്ഷം ഇരുന്നു. ബ്രഹ്മവിദ്യയെ ഉപദേശിക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം കണ്ണുകൾ അടച്ചു. ശിഷ്യന്മാരും കണ്ണുകൾ അടച്ചു. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം കണ്ണു തുറന്നു നോക്കുമ്പോൾ കുട്ടികളെ ആരെയും കാണാനില്ല. അദ്ദേഹമായിട്ട് ഒന്നും മിണ്ടിയുമില്ല. പക്ഷെ അദ്ദേഹം കുറച്ചു സമയം മിണ്ടാതിരുന്ന ആ സമയം കൊണ്ട് ആ നിശബ്ദതയിലൂടെ അദ്ദേഹം അതിന്റെ അർത്ഥം അവർക്ക് ബോധ്യമാക്കി കൊടുത്തു. മൗനം വ്യാഖ്യ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം. ആ മൗനത്തിലൂടെ സത്യത്തെ വ്യാഖ്യാനിക്കുകയാണ്. അതുപോലെ ഇവിടെയും ചില പദങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. പക്ഷേ ആ പദങ്ങൾ ഒന്നും സത്യത്തെ വിവരിക്കുകയല്ല, സത്യത്തെ സൂചിപ്പിക്കുകയാണ്. ആത്മാ എന്ന പദം പരമമായ സത്യത്തെ സൂചിപ്പിക്കുന്നതാണ്. സൂര്യൻ എന്ന പദം സൂര്യനല്ല. നിങ്ങളുടെ പേര് നിങ്ങളാണോ? അല്ല. നിങ്ങളുടെ പേരൊരു കടലാസിൽ എഴുതി എൻ്റെ പോക്കറ്റിലിട്ടാൽ നിങ്ങൾ എൻ്റെ പോക്കറ്റിലാവില്ല. പദം എന്ന് വെച്ചാൽ വാക്ക്. പദത്തിന്റെ അർത്ഥമാണ് പദാർത്ഥം. അപ്പൊ സൂര്യൻ എന്ന പദത്തിന്റെ അർത്ഥമാണ് സൂര്യൻ. സമുദ്രം എന്ന പദത്തിന്റെ അർത്ഥമാണ് സമുദ്രം. അതുപോലെ സത്യം, ജ്ഞാനം, അനന്തം ഇതൊക്കെ സത്യത്തെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. അപ്പൊ പിന്നെ എന്താണ് സത്യം? സത്യത്തെ ബോധിപ്പിച്ച് കൊടുക്കുവാൻ നമുക്ക് സാധിക്കില്ല. അതിനെ അറിഞ്ഞവരോ പിന്നെ മിണ്ടുമില്ല. അതാണ് മഹാത്മാക്കൾ പലരും മിണ്ടാതിരുന്നത്. ആത്മാ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ആത്മസ്വരൂപത്തെ സത്യം എന്ന് പറയുന്നു. നമ്മളെയൊക്കെ എങ്ങനെയാ പറയുക? ജീവാത്മാ എന്നാ പറയുക. മരണം സംഭവിക്കുമ്പോൾ സാധാരണ പറയാറെന്താ? ജീവാത്മാ പോയി, ജീവൻ പോയി എന്നാ പറയുക. ഇത്രയും നാള് ആത്മാവ് കൂടെ ഉണ്ടായിരുന്നു. അവിടെ ഉദ്ദേശിക്കുന്നത് ജഗദീശ്വരന്റെ സത്യത്തിന്റെ സാന്നിധ്യം ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ്. ഇദം അഗ്രേ ആസീത്. സത്യത്തെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ആദ്യം മനുഷ്യനെയാണ് ലക്ഷ്യമാക്കുന്നത്. ഞാൻ, നമ്മൾ ഓരോരുത്തരും, അതായത് നമ്മിൽ സന്നിഹിതമായിരിക്കുന്ന ഈ ശക്തി, ഇദം അഗ്രേ, ഈ ആത്മാവ് ഒന്നു മാത്രമേ നമ്മെ ഓരോരുത്തരെയും നിലനിർത്തുന്നതായ ആ ശക്തി വിശേഷം, സർവവ്യാപ്തമായിട്ടുള്ള ആ ശക്തി വിശേഷം, ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ളതായ ആ ശക്തി വിശേഷം, അതിപ്പോ ഏത് മതത്തിന്റെ പേരിൽ പറഞ്ഞാലും അവർ വേറെ പദം ഉപയോഗിക്കും, അത്രേ ഉള്ളൂ. ഇത് മാത്രം. ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പേ, അഗ്രേ എന്ന് വെച്ചാൽ മുമ്പ്, ആസീത്, ഈ പ്രപഞ്ചം ഉണ്ടാവുന്നതിന് മുമ്പ് ആത്മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആത്മാവേക ഇദം അഗ്രേ ആസീത്. ഒരുപക്ഷെ തന്റെ മുമ്പിലുള്ള വിദ്യാർത്ഥി ആശ്ചര്യപൂർവ്വം അപ്പൊ ഗുരുവിനെ നോക്കിയിട്ടുണ്ടാവാം. അത് മനസ്സിലാക്കിയിട്ട് സംശയമില്ലാതെ അദ്ദേഹം ഒന്നുകൂടെ പ്രഖ്യാപിക്കുകയാണ്, ന അന്യത് കിഞ്ചനമിഷത്. വേറൊന്നും ഒരു തരി പോലും ഉണ്ടായിരുന്നില്ല. മിഷത് എന്നാൽ ഒരു ആലങ്കാരിക പദമാണ്. മിഷത്, കൺമിഴി
തുറക്കുക, അടയ്ക്കുക. ഈ കൺമിഴി തുറക്കുന്നതും അടയ്ക്കുന്നതും ആരെങ്കിലും അറിയാറുണ്ടോ? ഇല്ല. അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ഈ കൺമിഴി തുറക്കുന്നതും അടയ്ക്കുന്നതും ഒരു വ്യാപാരമാണ്, ഒരു ചലനമാണ്. മിഷത് എന്നാൽ ചലനം. ഈ പ്രപഞ്ചം ആരംഭിക്കുന്നതിന് മുമ്പേ ഒരു ചലനവും ഒരു കർമ്മവും അവ തമ്മിലുള്ള ബന്ധവും ഒന്നും ഉണ്ടായിരുന്നില്ല. ആത്മാ ഏകം, ആത്മസ്വരൂപം മാത്രം. നമ്മളെല്ലാവരും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് ചിന്തിക്കുക, പുറത്ത് പറയണ്ട, ചിന്തിക്കുക. DOB. ആ തീയതിക്ക് മുമ്പ് നമ്മളാരും ഇല്ലല്ലോ. അപ്പൊ ജനിക്കുന്നതിന് മുമ്പ് ഞാനില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ന സത്യം ഇല്ലാതാവുന്നുണ്ടോ? അതായത് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ മുമ്പിലുള്ള തലമുറ ഇവിടെ ഉണ്ടായിരുന്നു, അവർക്ക് മുമ്പ് അവരുടെ മുന്നിലുള്ള തലമുറ ഉണ്ടായിരുന്നു, അവർക്ക് മുമ്പ് അതിന്റെ മുമ്പിലുള്ള തലമുറ ഉണ്ടായിരുന്നു, അല്ലേ? ഈ ഋഷീശ്വരന്മാർ പിൽക്കാലത്ത് പൗരാണിക കഥാപാത്രങ്ങള് എല്ലാം പറഞ്ഞു തന്ന എന്താണ്? ഞാൻ ഞാൻ ഞാൻ. ഇപ്പൊ ഞാനും പറയുന്നു, നിങ്ങളും പറയുന്നു ഞാൻ ഞാൻ. നമ്മുടെ പൂർവിക തലമുറകളും പറഞ്ഞിരുന്നു ഞാൻ ഞാൻ. ഇനി ഏതാനും ദശാബ്ദങ്ങളൊക്കെ കഴിഞ്ഞാൽ, ഈ ദശാബ്ദം എന്നൊക്കെ നമ്മുടെ സമാധാനത്തിന് പറയുന്ന കേട്ടോ, ഇപ്പൊ 2024, ഒരു 3024 എന്തായാലും നമ്മൾ ആരും ഉണ്ടാവില്ല. മോഹമൊക്കെ ഉണ്ടെങ്കിലും ചിലർ 50 വർഷമൊക്കെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം ഇങ്ങനെ നിൽക്കുമെന്ന് നമ്മുടെയൊക്കെ ഒരു ചിന്ത. അപ്പോ നമ്മുടെ മുമ്പിൽ, നമ്മുടെ ജനനത്തിന് മുമ്പ് നമ്മില്ല, നമ്മൾ ആരുമില്ല. ഭാവിയിൽ നമ്മളാരും ഉണ്ടാവുകയില്ല. എന്താണോ മുമ്പ് ഇല്ലാത്തത്, എന്താണോ ഭാവിയിൽ ഇല്ലാതാവുന്നത്, അത് വർത്തമാനത്തിലും ഉണ്ടാവില്ല. അത് ഉണ്ടേ എന്ന് തോന്നുക മാത്രമാണ്. എന്താണോ ഭൂതത്തിൽ ഇല്ലാത്തത്, ഭാവിയിൽ ഇല്ലാതാവുന്നത്, അത് വർത്തമാനത്തിലും ഉണ്ടാവുകയില്ല. ഉള്ളതുപോലെ നമുക്ക് തോന്നുകയാണ്. ജനിക്കുമ്പോൾ മുതൽ മരണം വരെ നാം നിലനിൽക്കുകയാണ്. നമ്മളൊക്കെ നിലനിൽക്കുന്നവരാണ്. എന്നാൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പും ജനിച്ച ശേഷവും മരിച്ച ശേഷവും ഉള്ളതിനെയാണ് നിലനിൽപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നിലനിൽപ്പ്, നിലനിൽക്കുന്നത്, ഇതിനെ നമ്മൾ വേറെ വേറെ മനസ്സിലാക്കണം. മൺപാത്രങ്ങൾ നിലനിൽക്കുന്നവയാണ്. പക്ഷേ മൺപാത്രങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് അതില്ല. പക്ഷെ മണ്ണുണ്ട്. പാത്രങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പും പാത്രം ഉണ്ടാക്കിയപ്പോഴും വീണ്ടും പാത്രങ്ങൾ ഇല്ലാതായപ്പോഴും മണ്ണ് നിലനിൽക്കുന്നു. കാരണം മൺപാത്രങ്ങൾ നിലനിൽക്കുന്നവയും മണ്ണ് നിലനിൽപ്പുമാണ്. നമ്മൾ ഓരോരുത്തരും നിലനിൽക്കുന്നവരാണ്. എന്നാൽ ഉപനിഷത്ത് ഇവിടെ പ്രഖ്യാപിക്കുന്നു, ആത്മാ നിലനിൽപ്പാണ്. ആത്മാ വാ ഇദം അഗ്രേ ആസീത്. ഇതേ ആശയമാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനനോട് ഭഗവത്ഗീത 2-ാം അധ്യായത്തിൽ പറയുന്നത്. നത്വേവാഹം ജാതോ നാസം നത്വം നേമി ജനാധിപാഹ നചൈവ ന ഭവിഷ്യാമ സർവേ വയമതഃപരം.
വളരെ സുന്ദരമായ ഒരു ഭാവമാണ് വ്യാസൻ കൃഷ്ണനിലൂടെ അവതരിപ്പിച്ചത്. അർജുന, നീയും ഞാനും ഇക്കാണുന്ന രാജാക്കന്മാരും മുമ്പ് ഇല്ലാതിരുന്നിട്ടില്ലാതില്ല. രണ്ട് നെഗറ്റീവാണ്. നചൈവന ഭവിഷ്യാമഹ, ഭാവിയിൽ നമ്മൾ ഇല്ലാതാവുകയും ഇല്ല. ഇതിനെയാണ് ഉണ്മ എന്ന് പറയുന്നത്. നമുക്കതിനെ വിവരിക്കാനൊന്നും പറ്റില്ല. വേറൊരു ഉപനിഷത്ത് പറയുന്നു, ഏതൊന്നിന്റെ സാന്നിധ്യത്തിലാണോ കണ്ണ് കാണുന്നത്, ഏതൊന്നിന്റെ സാന്നിധ്യത്തിലാണോ ചെവി കേൾക്കുന്നത്, ഏതൊന്നിന്റെ സാന്നിധ്യത്തിലാണോ ഹൃദയം സ്പന്ദിക്കുന്നത്, അതാണ് സത്യം. തദേവ ബ്രഹ്മത്വം വിദ്ധി. ഏതൊന്നിന്റെ സാന്നിധ്യത്തിലാണോ കണ്ണ് പ്രവർത്തിക്കുന്നത്, ആ കണ്ണിന് സ്വയം കാണുവാൻ സാധിക്കില്ല. ഏതൊന്നിന്റെ സാന്നിധ്യത്തിലാണോ ചെവിക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്, അതിനെ ചെവിക്ക് സ്വയം കേൾക്കുവാൻ സാധിക്കില്ല. ഓർക്കുക, മുമ്പുണ്ടായിരുന്ന ശരീരത്തിലൊക്കെ ഈ ഞാൻ എന്ന് പറയുന്ന ആള് മാറ്റമില്ലാതെ ഉണ്ടായിരുന്നു. രാമായണത്തിന്റെ കാലത്തും മഹാഭാരതത്തിന്റെ കാലത്തും ജീവിച്ചിരുന്ന ആൾക്കാരൊക്കെ പറഞ്ഞ എന്താണ്? ഞാൻ ഞാൻ ഞാൻ. ഇനി ഒരു 3025-ലും 4025-ലും ജീവിക്കാൻ പോകുന്ന ആൾക്കാരും പറയാൻ പോകുന്നതും ഞാൻ ഞാൻ തന്നെയാണ്. ഈ ഞാൻ തന്നെയാണ് ആത്മാ. അതായത് ഗതകാലത്തിലും വർത്തമാനത്തിലും ഭാവിയിലും മാറ്റമില്ലാതെ ഇരിക്കുന്നതാണ് ആത്മാ. അതിന്റെ അടുത്ത പദം ഉപനിഷത്ത് വിവരിക്കുന്നത് സത് എന്ന പദം ആണ്. സത് ചിത് ആനന്ദം. വേറൊരു ഉപനിഷത്ത് പറയുന്നു, സ ഏവ സൗമ്യ ഇദം ഏവ അഗ്രേ ആസീത്. ഹേ പ്രിയദർശന. ഉപനിഷത്തിൽ ഇങ്ങനെ ശിഷ്യന്മാരെ വിളിക്കുന്നത് ഹേ സൗമ്യ സൗമ്യ എന്നൊക്കെയാ വിളിക്കുക അല്ലേ? അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ഉപനിഷത്തിലൊക്കെ ഒരു ശിഷ്യനാണോ വരുന്നത്? എല്ലാവർക്കും ഒരേ പേരാണോ? യൂണിഫോം കൊടുത്ത പോലെ എല്ലാവർക്കും ഒരേ പേര്. സൗമ്യ എന്താ വാക്കിന്റെ അർത്ഥം? അല്ലയോ സുന്ദര സുന്ദരി എന്ന് തന്നെയാണ്. അവര് രാവിലെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വന്നിട്ടാണോ ഗുരുകുലത്തിലിരുന്നത്? പണ്ടുള്ള ബ്രഹ്മചാരി എന്നാ പറയല്ലേ. അപ്പൊ ബ്രഹ്മചാരികൾക്ക് വേറെ ചിന്തകളൊന്നുമില്ല. അവരുടെ മനസ്സ് ശാന്തമായിരുന്നു, അതിന്റെ കണ്ണാടിയുള്ള മുഖം. അപ്പൊ സൗമ്യമാവും അല്ലേ, സുന്ദരമാവും. അപ്പോ ആ മനസ്സോടെ ഇരിക്കണം നമ്മൾ ഉപനിഷത്ത് കേൾക്കാനിരിക്കുമ്പോഴെന്ന്. ഹേ സൗമ്യ, ഹേ പ്രിയദർശന, ഈ കാണുന്ന പ്രപഞ്ചം ആവിർഭവിക്കുന്നതിന് മുമ്പേ സത്വ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് മണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ നൂല് കൊണ്ട് വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് നൂല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ ഈ പ്രപഞ്ചം ആവിർഭവിക്കുന്നതിന് മുമ്പ് സത്യം മാത്രമേ ഉള്ളൂ. ആത്മാ ഏവ ഇദം അഗ്രേ ആസീത് ന അന്യത് കിഞ്ചനമിഷത്. വേറൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ലോകമുണ്ടായി. ആര് സൃഷ്ടിച്ചു? എങ്ങനെയാ ഉണ്ടായത്? ഇതൊക്കെ സൃഷ്ടിയുടെ ആരംഭം മുതൽ ഉണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെ ഋഷീശ്വരന്മാർ, നമ്മുടെ പൂർവ പ്രപിതാമഹന്മാർ ഈ സൃഷ്ടിയെക്കുറിച്ച് അനേകം ഗവേഷണങ്ങൾ നടത്തിയിരുന്നു. എങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു? അങ്ങനെ അവരുടെ ഗവേഷണമൊക്കെ നടത്തി പല ചിന്താധാരകളും ഇവിടെ ഉരുത്തിരിഞ്ഞു വന്നു. വൈശേഷികന്മാര്, സാഖ്യന്മാര് എന്ന് പറയുന്നതായ വിചാരധാരകളൊക്കെ ഉണ്ടായി. പിൽക്കാലത്ത് വ്യത്യസ്തങ്ങളായ മതങ്ങൾ, അവരുടെ വീക്ഷണങ്ങൾ ഒക്കെ ഇവിടെ ഉണ്ടായി. അവയ്ക്കൊക്കെ തീർച്ചയായിട്ടും അവരുടേതായ ഒരു സമുചിതത്വവും ഇവിടെ ഉണ്ട്. ഓരോ ഋഷിയും
പല വീക്ഷണത്തിൽ കൂടി സൃഷ്ടിയെ നോക്കിക്കാണുകയാണ്. അത് നമുക്ക് മുണ്ടകോപനിഷത്തിൽ കാണാം, തൈത്തിരീയോപനിഷത്തിൽ കാണാം, ഇപ്പോൾ ഇവിടെ ഐതരോപനിഷത്തിൽ കൂടെയും കാണാം. മഹീദാസൻ എന്ന ഋഷിയുടെ വീക്ഷണം ഇങ്ങനെയാണ്. ഒരു കാര്യം വ്യക്തമാണ്, അതായത് സൃഷ്ടിക്ക് മുമ്പ് ആത്മാ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നാം ഇന്ന് കാണുന്നതായ വൈവിധ്യമാർന്ന പ്രപഞ്ചം എങ്ങനെ വന്നു? അടുത്ത മന്ത്രം നോക്കാം. 2. സ ഈക്ഷത ലോകാനുസൃജ ഇതി. സ ഈക്ഷത ലോകാനുസൃജ ഇതി. മൂന്നാമത്തെ മന്ത്രോടെ നോക്കാം. സ ഇമാൻ ലോകാൻ അസൃജത അംബോ മരീചിർ മരം ആപോ അദോ. അംബഃ പരേണ ദിവം ദ്യൗഃ പ്രതിഷ്ഠ അന്തരീക്ഷം മരീചയഃ പൃഥിവീം അരോയ അധസ്താത്ത ആപഃ. സ ഇമാൻ ലോകാൻ അസൃജത അംബോ മരീചിർ മരം ആപോ ആദോ. അംബഃ പരേണ ദിവം ദ്യൗഃ പ്രതിഷ്ഠ അന്തരീക്ഷം മരീചയഃ പൃഥിവീ മരോയ അധസ്താത്ത ആപഃ. അവ 2, 3 അർത്ഥം നോക്കാം. സ ഈക്ഷത ലോകാനുസൃജ ഇതി. അവൻ ഈക്ഷത ചിന്തിച്ചു, ലോകാൻ ലോകങ്ങൾ, സൃജ സൃഷ്ടിക്കുന്നു. അപ്പൊ സൃഷ്ടിക്ക് മുമ്പേ ഉണ്ടായിരുന്നതായ ആ പരമാത്മ സത്യം അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ സൃഷ്ടി അദ്ദേഹത്തിൽ നിന്നും ഉത്ഭവിച്ചു. വേറൊന്നിൽ നിന്നും സൃഷ്ടി ഉണ്ടാവാൻ സാധ്യമല്ല. ന അന്യത് കിഞ്ചന. ഉള്ളത് അദ്ദേഹം മാത്രമാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ വന്നത് എവിടെ നിന്നായിരിക്കും? ഈക്ഷത വിചാരിച്ചു, സങ്കൽപ്പിച്ചു, ലോകാനുസൃജ ഇതി. ഞാൻ ലോകങ്ങളെ സൃഷ്ടിക്കട്ടെ എന്ന് അദ്ദേഹത്തിന്റെ ഈ ഒരു സങ്കല്പമാണ് ഇന്ന് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. മര്യാദയ്ക്ക് അവിടെ ഇരിക്കുമായിരുന്നു, പക്ഷെ അദ്ദേഹം അങ്ങോട്ട് സങ്കല്പിച്ചു, ഞാൻ ഈ ലോകങ്ങളെയൊക്കെ സൃഷ്ടിക്കട്ടെ. അദ്ദേഹത്തിന്റെ സങ്കല്പത്തിന്റെ ദാർഢ്യത്തിലൂടെയാണ് ഈ സൃഷ്ടി മുഴുവൻ സംഭവിച്ചത്. അദ്ദേഹം സത്യസങ്കല്പനാണ്. വേറൊരു ഉപനിഷത്ത് പറയുന്നു, അദ്ദേഹം ഇതൊക്കെ സൃഷ്ടിക്കട്ടെ എന്ന സങ്കല്പമാത്രയിൽ ഇതൊക്കെ രൂപം കൊണ്ടുവന്നാണ്. ഈ വിശാലമായ സൃഷ്ടിയെ നമുക്ക് സങ്കല്പിക്കാനൊന്നും സാധിക്കില്ല. നമുക്കതിനെ ഉൾക്കൊള്ളുവാനേ സാധിക്കില്ല. കാരണം ഉൾക്കൊള്ളുന്ന ശക്തിയും ഞാനും ഒന്നാണ്. അദ്ദേഹത്തിന്റെ സങ്കല്പ മാത്രയിൽ ഈ സൃഷ്ടി ഉണ്ടായി എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം ഉയരും. അങ്ങനെ വിചാരിക്കാൻ ഒരു മനസ്സ് വേണ്ടേ? ഈ മനസ്സും സൃഷ്ടിക്കപ്പെട്ടതല്ലേ? മനസ്സിലല്ലേ സങ്കല്പം ഉണ്ടാവുകയുള്ളൂ?
അപ്പൊ ഈ സങ്കല്പത്തിനും സാധ്യതയുള്ള മനസ്സും വിചാരത്തിന് സാധ്യതയുള്ള മനസ്സും അദ്ദേഹത്തിൽ തന്നെ സന്നിഹിതമാണ്. അത് അദ്ദേഹത്തിൽ നിന്ന് അന്തർഭവിച്ചിരിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന് എനിക്കും അറിയില്ല. വേറെ മാർഗമില്ല ഇതിനെ പറയാനായിട്ടേ. നേരത്തെ പറഞ്ഞില്ലേ, അരിച്ചെടുത്തതായ വാക്കുകൾ, അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഞാൻ സൃഷ്ടിക്കട്ടെ എന്ന് സങ്കല്പം ചെയ്ത സമയത്ത് സ ഈക്ഷത ലോകാൻ സൃജതി സ ഇമാൻ ലോകാൻ അസൃജത. ഉടൻ തന്നെ ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടു. മൂന്നാമത്തെ മന്ത്രത്തിൽ ലോകം മാത്രമല്ല സൃഷ്ടിച്ചത്, അവിടെ വേറെ കുറെ ലോകത്തിലുള്ള കാര്യങ്ങൾ വന്നു. എന്തൊക്കെയാണ്? മരീചിർ മരമാവോ അംബഹ ആകാശം പ്രകാശ മരീചി രശ്മികള്, മരണ സംബന്ധമായ കാര്യങ്ങള്, ആപഹ ജലം, അംബഹ ആകാശം, പരേണ അതിനും അകലുള്ള പര്യായ സ്വർഗാദി ലോകങ്ങള്, ഇതൊക്കെ കൂടെ സൃഷ്ടിച്ചു. ഈ സൃഷ്ടിയുടെ കൂടെ വന്നതാണ്. അതായത് ഭൂമിയുടെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഉള്ള എല്ലാ വസ്തുക്കളും, ചുരുക്കി പറഞ്ഞാൽ ഈ പ്രപഞ്ച സൃഷ്ടിയോടുകൂടി പഞ്ചഭൂതങ്ങളെയും സൃഷ്ടിച്ചു. അത് വേണമല്ലോ സൃഷ്ടിക്ക്. ഭൂമി, ആകാശം, അല്ലേ, അങ്ങനെയുള്ള പഞ്ചഭൂതങ്ങൾ അദ്ദേഹം സങ്കല്പിച്ചതോടുകൂടി ഈ ലോകമുണ്ടായി. ലോകമുണ്ടായ സമയത്ത് ആ ലോകത്തിൽ ഉണ്ടായ ഘടകങ്ങളാണ് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഇനി അദ്ദേഹം സൃഷ്ടിയുടെ സങ്കല്പം ചെയ്തത് ജനുവരി 1 കരുതുക, പുതുവത്സര ദിനം നോക്കി. ഈ ജനുവരി 1 ഡിസംബർ 31 ശേഷമേ വരികയുള്ളൂ. അപ്പൊ അദ്ദേഹം സങ്കല്പിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് സങ്കല്പിക്കുവാനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഭാവന ചെയ്യണം. ജനുവരി 31 ശേഷമാണ്, അല്ല, ഡിസംബർ 31 ശേഷം ജനുവരി 1 വരുവുള്ളൂ, അല്ലേ? നേരത്തെ എന്താ പറഞ്ഞത്? സൃഷ്ടിക്കുമ്പോൾ അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ ഈ ഡേറ്റ് വരിക? ഒരു 0 സെക്കൻഡില്, 0 മിനിറ്റില്, 0 ദിവസത്തിൽ സൃഷ്ടി തുടങ്ങി. അങ്ങനെയും പറയാൻ പറ്റില്ല. കാരണം ഈ സൃഷ്ടിക്ക് മുമ്പെയുള്ള സൃഷ്ടിയുടെ രൂപരേഖ അദ്ദേഹത്തിൽ നേരത്തെ സന്നിഹിതമായിരുന്നു. അപ്പൊ നമ്മൾ പറയുന്ന ഈ സൃഷ്ടി ആദ്യത്തെ സൃഷ്ടി അല്ല. ഇതിനു മുമ്പൊരു സൃഷ്ടി ഉണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ സൃഷ്ടിയാണ്. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ്, ഉറങ്ങുന്ന നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. നമ്മൾ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുകയാണ്. നമ്മൾ പോലെ നമ്മുടെ കൂർക്കമലി കേൾക്കില്ല. വേറെ ചിലർ കംപ്ലൈന്റ് ചെയ്യും, ഹേ മനുഷ്യ, നിങ്ങളുടെ കൂർക്കമലി കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. നമുക്ക് ആർക്കും ഒരു അഹങ്കാരവും ഇല്ല അതല്ലേ? ഞാൻ കൂർക്കം വലിക്കാറേ ഇല്ലെന്ന് എല്ലാവരും അവകാശപ്പെടുന്നത്. അപ്പൊ നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ഇക്കാര്യത്തിൽ എല്ലാവരും ഏകാഭിപ്രായക്കാരാണ്. നമുക്ക് എല്ലാവരും ഒറ്റയ്ക്കാ ഉറങ്ങുന്നത്, അല്ലേ? സംഘടിച്ച് ഉറങ്ങാന്ന് പറയാൻ പറ്റുമോ? പറയാം. പക്ഷേ ഉറങ്ങുമ്പോൾ എല്ലാവരും ഒറ്റയ്ക്കാണ്. ആ സമയത്ത്, ഉറക്കത്തിന്റെ സമയത്ത് എന്താ നമുക്ക് അനുഭവം? ആനന്ദം മാത്രം, സുഖം മാത്രം. ഉറങ്ങാൻ കിടന്ന ഞാൻ, സുഷുപ്തിക്ക് മുമ്പ് ഉറങ്ങാൻ കിടന്ന ഞാൻ ഒരു ലോകത്തെ സൃഷ്ടിക്കുന്നു. എന്താ ലോകം? സ്വപ്നം എന്ന ലോകം. ഈ സ്വപ്നം എന്ന ലോകം സൃഷ്ടിക്കുവാനുള്ള അസംസ്കൃത പദാർത്ഥങ്ങൾ നിങ്ങൾ എവിടെ നിന്നും കൊണ്ടുവന്നു?
സ്വപ്നത്തിൽ നമ്മൾ കൊട്ടാരത്തിൽ ജീവിക്കാം, വനത്തിൽ ജീവിക്കാം, രാജാവായിട്ട് ജീവിക്കാം, ഭിക്ഷക്കാരനായിട്ട് ജീവിക്കാം. ഇതിനെല്ലാ വേഷഭൂഷാദികളും കൊട്ടാരവും ഈ അസംസ്കൃത വസ്തുക്കൾ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? സ്വപ്നലോകത്തെ ഉണ്ടാക്കുവാനുള്ള സാധ്യതകൾ മുഴുവൻ നിങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. നാം ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് ജാഗ്രത് എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാവരും അതിലാണല്ലോ. അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവത്തെയാണ് സ്വപ്നം എന്ന് പറയുന്നത്. ജാഗ്രത് അവസ്ഥ പോലെ തന്നെയാണ് സ്വപ്നാവസ്ഥയും. ജാഗ്രത്തിൽ കണ്ടതും കേട്ടതും മാത്രമേ സ്വപ്നത്തിൽ കാണൂ. അപ്പൊ സ്വപ്നത്തെ നമുക്കൊന്ന് നിർവചിക്കാൻ പറ്റുമോ? സ്വപ്നത്തെ ഒരു ഡെഫിനിഷൻ പറയാവോ? ഇല്ല, എഴുതിക്കോളൂ. ഭഗവാൻ ശങ്കരാചാര്യര് സ്വപ്നത്തെ നിർവചിക്കുന്നത് ഇപ്രകാരമാണ്. ജാഗ്രത് സൃഷ്ടായാം യത് സുഖം യത് ദൃഷ്ടം തത് ജനിതവാസനയാ നിദ്രാസമയേ യത് പ്രപഞ്ചം സൃജീയതേ സാ സ്വപ്നാവസ്ഥ. ഒന്നുകൂടെ പറയാം. ജാഗ്രത് സൃഷ്ടായാം യത് സുഖം യത് ദൃഷ്ടം തത് ജനിതവാസനയാ നിദ്രാസമയേ യത് പ്രപഞ്ചം സൃജീയതേ സാ സ്വപ്നാവസ്ഥ. ജാഗ്രതാവസ്ഥയിൽ എന്ത് സുഖം ലഭിച്ചുവോ, എന്ത് ഗ്രഹിച്ചുവോ, എന്ത് രുചിച്ചുവോ, തത് ജനിതവാസനയാ, അതിൽ നിന്നും ഉണ്ടായ വാസനയാൽ, താല്പര്യത്താൽ, നിദ്രാസമയേ യത് പ്രപഞ്ചം, ഉറങ്ങുന്ന സമയത്ത് വേറൊരു പ്രപഞ്ചത്തെ നാം സൃഷ്ടിക്കുന്നു. ഇതിനെയാണ് സ്വപ്നാവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ സുഖമായി ഉറങ്ങുന്ന സമയത്ത് വേറൊരു ലോകമാണ്. ആ ലോകത്തിൽ എന്തെല്ലാം സംഭവങ്ങളാണ് നാം കാണുന്നത്? സ്വപ്നത്തിൽ നാം മാത്രമേയുള്ളൂ. രണ്ടുപേരും ഒരുമിച്ചായിരിക്കും കിടക്കുന്നത്. പക്ഷേ സ്വപ്നം കാണുമ്പോൾ രണ്ടുപേർക്കും കാണാൻ പറ്റില്ല. അതുപോലെ സൃഷ്ടിയില് ആത്മാവാ ഇദം അഗ്രേ ആസീത്, ആത്മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറൊന്നും തന്നെ ഇല്ല. അദ്ദേഹം സങ്കൽപ്പിച്ചു ഇക്കാണുന്ന ലോകം ഉണ്ടായി. നാം ഉറങ്ങുമ്പോൾ നമ്മുടെ വ്യക്തിത്വം നമ്മിൽ ലയിച്ചതുപോലെ പ്രപഞ്ചം ഇല്ലാതാവുന്ന അവസ്ഥയാണ് പ്രളയം എന്ന് പറയുന്നത്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിത്വം നമ്മിൽ ലയിച്ചു ചേരുന്നു, അല്ലേ? ഇതുപോലെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അതിൻ്റെ അവസ്ഥയിലേക്ക് വന്ന് ലയിച്ചു ചേരുന്നതിനെ നമ്മൾ പ്രളയം എന്ന് പറയുന്നു. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ലയിക്കുന്നു, അതിന്റെ കാരണത്തിൽ വന്ന് ലയിക്കുന്നു. ഇതാണ് പ്രളയം. ഭഗവത്ഗീതയില് ഇതിനെ ഭംഗിയായിട്ട് വിവരിക്കുന്നുണ്ട്. സർവ ശരീരങ്ങളെയും അതിന്റെ കാരണങ്ങളെയും
വൈദ്യുതീകരിക്കുന്നത് പോലെ സജീവമാക്കുന്നതാണ് ഈ സൃഷ്ടി എന്ന് പറയുന്നത്. അല്ലേ? അതിന്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ എല്ലാം ലൈവാകും. അപ്പൊ ഇപ്പോൾ നാം കാണുന്നതായ ഈ സൃഷ്ടിക്ക് മുമ്പുള്ള സൃഷ്ടി അതുപോലെ തന്നെയായിരുന്നു. അതിനു മുമ്പൊരു സൃഷ്ടി ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെയായിരുന്നു. അതിനു മുമ്പുള്ള സൃഷ്ടി അതുപോലെയായിരുന്നു. അപ്പൊ എങ്ങനെയാ ആദ്യത്തെ സൃഷ്ടി എങ്ങനെ ഇരുന്നു? ആദ്യത്തെ സൃഷ്ടി എന്നൊരു സൃഷ്ടി ഇല്ല. നേരത്തെ പറഞ്ഞില്ലേ, 0 മിനിറ്റിൽ 0 സെക്കൻഡിലുണ്ടായി. അങ്ങനെ ഒരു സൃഷ്ടി ഇല്ല. ഇവിടെ 0 എന്നതിന് പകരം ഋഷീശ്വരന്മാർ ഉപയോഗിച്ച പദമാണ് അനാദി. അപ്പോൾ പിന്നെ ആദ്യത്തെ സൃഷ്ടി എങ്ങനെ ഉണ്ടായി? ഇപ്പോൾ കാണുന്ന സൃഷ്ടിയേ ഇല്ല എന്നതിന് പ്രഖ്യാപിക്കാൻ പോകുന്നത്. പിന്നെയല്ലേ ആദ്യത്തെ സൃഷ്ടിയുടെ കാര്യം. അപ്പൊ എന്റെ തപോവൻ സ്വാമികൾ പറയും, ചിത് ജ്യോതി ശതകോടി സൂര്യ സദൃശം ജാജ്വല്യതേ സതതം. ചിത് ജ്യോതി, ആ പ്രകാശ സ്വരൂപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാം ഇക്കാണുന്ന ലോകത്തെ നിഷേധിക്കുവാൻ പോകുമ്പോൾ നമ്മൾ എന്തിനാ ആദ്യത്തെ സൃഷ്ടിയൊക്കെ അന്വേഷിക്കാൻ പോകുന്നത്? പിന്നെ ഇപ്പൊ എന്തിനാ ഇതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട്. അപ്പൊ സൃഷ്ടി എങ്ങനെ വന്നു എന്ന് ചോദിക്കുന്നത് കൊണ്ട് നമുക്കൊരു കഥയൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. സൃഷ്ടിയെക്കുറിച്ച് വേറെ ആചാര്യൻ പറയുന്നത്, സൃഷ്ടിയെക്കുറിച്ച് പല വീക്ഷണങ്ങളൊക്കെ ഉണ്ടാവാം. ഓരോരുത്തരും ഓരോ വിധത്തിൽ സൃഷ്ടി ഇങ്ങനെ ഉണ്ടായി അങ്ങനെ ഉണ്ടായി എന്നൊക്കെ സമർത്ഥിക്കുന്നുണ്ടാവാം. ഇങ്ങനെ പല വിധത്തിലുള്ള വീക്ഷണങ്ങൾ ഒക്കെ അവതരിപ്പിച്ചതിന് ശേഷം ആചാര്യൻ പറയുന്നു, ഇങ്ങനെ പല വീക്ഷണങ്ങളോടും പറഞ്ഞോട്ടെ, ഇതിനോടൊന്നും ഒരു എതിരഭിപ്രായവും എനിക്കില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സൃഷ്ടി തന്നെ ഇല്ല. പറഞ്ഞോട്ടെ. പിന്നെ എന്തിനാണ് അതിനെ സ്ഥാപിക്കാൻ ശ്രമിക്കേണ്ടത്? അതുകൊണ്ട് ആർഷ സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിക്കല്ല പ്രാധാന്യം, സൃഷ്ടി എവിടെ നിന്നും ഉത്ഭവിച്ചു എന്നുള്ളതാണ്. അപ്പൊ സൃഷ്ടിയെ വിവരിക്കുന്നതിനേക്കാളും സൃഷ്ടിയുടെ ആധാരത്തെ വിവരിക്കുന്നതിനാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പ്രാധാന്യം നൽകിയത്. സൃഷ്ടി താൽക്കാലികമാണ്. സൃഷ്ടി വാസ്തവമായിരുന്നെങ്കിൽ സൃഷ്ടി ഒരിക്കലും നിഷേധിക്കപ്പെടുമായിരുന്നില്ല. കാരണം നിഷേധിക്കപ്പെടാനാവാത്തതാണ് സത്യം. നാം സത്യമാണ്, നാം നിഷേധിക്കപ്പെടുന്നില്ല. എന്നാൽ നാം നിഷേധിക്കപ്പെടാറില്ലേ? ചിലപ്പോൾ നാം ജനിക്കുന്നതിന് മുമ്പ് നാം ഇല്ലല്ലോ. നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഇല്ലാതാവുന്നില്ലേ? ഉറങ്ങുമ്പോൾ ഈ ജീവനും ജഗത്തും രണ്ടും ഇല്ലാതാവുന്നു. ജീവനും ജഗത്തും ഇല്ലാതായിട്ടും നാം നിലനിൽക്കുന്നില്ലേ? അപ്പോ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റാൽ നമ്മളെല്ലാരും പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? സുഖമായിട്ട് ഉറങ്ങിയെന്ന്. ഇന്ന് വരെ ലോകത്ത് ഒരാളും പറഞ്ഞിട്ടില്ല ഞാൻ ദുഃഖമായിട്ട് ഉറങ്ങിയെന്ന്. നിങ്ങൾ പട്ടുമത്തേ കിടന്നുറങ്ങിയാലും ഈ തെരുവിൽ കിടന്നുറങ്ങിയാലും ഒക്കെ ഉറക്കത്തിൽ കിട്ടുന്ന അനുഭവം സുഖമാണ്, ഒരു മാറ്റവും ഇല്ല. അപ്പോ ആ സുഖത്തെ, ആ സുഖമായിട്ട് ഉറങ്ങി എന്ന ആ അനുഭവത്തെ എന്തായാലും ഉറക്കത്തിൽ നമ്മളെല്ലാവരും ഇതിനെക്കുറിച്ചൊരു ബോധവുമില്ല. അപ്പൊ നമ്മുടെ ആ അഭാവത്തെ അറിയാൻ എന്താ ഒരു മാർഗം? ആരാ അതിനെ അറിഞ്ഞത്? ഉറക്കത്തിലുള്ള നമ്മുടെ അഭാവത്തെ നാം അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ അഭാവത്തെ അറിയുവാൻ ഒരാൾ ഇവിടെ ഉണ്ടാവണം. നമ്മുടെ ആബ്സെന്റിനെ മാർക്ക് ചെയ്യുവാനായിട്ട് പ്രസന്റ് ആയിട്ട് ഒരാൾ ഇവിടെ ഉണ്ടാവണം. അപ്പോൾ ജഗത്തിന്റെയും ജീവന്റെയും അഭാവത്തെ നാം അറിയുന്നു.
അപ്പോൾ ജഗത്തിനും ജീവനും അതീതമായ ഒരു ശക്തി ഉള്ളത് കൊണ്ടാണ് അതറിയാൻ സാധിക്കുന്നത്. അതാണ് ആത്മാ. അതുമാത്രമേയുള്ളൂ, വേറൊന്നുമില്ല. പിന്നെ അദ്ദേഹത്തിൽ നിന്നും എങ്ങനെയാണ് ഇവയൊക്കെ ഉണ്ടായത്? നമ്മൾ ഓരോ ദിവസത്തെയും അനുഭവം എങ്ങനെയാണ് ഉണ്ടായത്? ഇന്നലത്തെ പോലെ തന്നെ ഇന്നും സംഭവിക്കുന്നു ഓരോന്നും. നാളെയോ ഇന്നത്തെ പോലെ തന്നെ നാളെ ഉണ്ടാകുന്നു. നമ്മൾ ഓരോ ദിവസവും പറയുന്നത് ഒരു പുതിയ ദിവസം ആരംഭിക്കാൻ പോകുന്നു. ജനുവരി 1-ാം തീയതി, ഡിസംബർ 31-ാം തീയതി വാട്സപ്പിലൊക്കെ എഴുതും, എന്ത്, നാളെ മുതൽ പുതിയ ജീവിതം ആരംഭിക്കാൻ പോകുന്നു, പുതുവത്സരം അല്ലേ? പക്ഷേ നമ്മൾ ഒരിക്കലും മാറുന്നില്ല. സൃഷ്ടി തുടരുന്നു മുമ്പത്തെ പോലെ തന്നെ. അതുകൊണ്ട് ആദ്യത്തെ സൃഷ്ടി എന്നത് അനാദിയാണ്. മാത്രമല്ല, സൃഷ്ടിയെക്കുറിച്ച് അന്വേഷിക്കാൻ നമ്മൾ യോഗ്യരാണോ? അല്ല. കാരണം നമ്മളും സൃഷ്ടിക്കപ്പെട്ടതാണ്. സൃഷ്ടിക്കപ്പെട്ട നമുക്ക് സൃഷ്ടിയെക്കുറിച്ച് അറിയുവാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതെങ്ങനെ അറിയും? നാം ഇല്ലാതാവണം, അല്ലെങ്കിൽ നമ്മുടെ അഹങ്കാരമില്ലാതാവണം. അപ്പോൾ മാത്രമേ ഈ രഹസ്യം അറിയാൻ സാധിക്കുകയുള്ളൂ. സൃഷ്ടിയുടെ രഹസ്യം സൃഷ്ടിയുടെ അഭാവമാണ്. വാസ്തവത്തിൽ അതിന് നിലനിൽപ്പില്ല. നിലനിൽക്കുന്നത് പോലെ തോന്നുകയാണ്. നമ്മുടെ സ്വപ്നം സത്യമാണോ? നാളെ മാറി പറയരുത്. സ്വപ്നം സത്യമാണോ? അല്ല എന്ന് പറയാൻ പറ്റില്ല. സത്യമാണ്. എന്നാ സത്യമാണോ? അല്ല. സ്വപ്നം കാണുന്ന സമയത്ത് ആർക്കെങ്കിലും അത് അസത്യമാണെന്ന് തോന്നിയിട്ടുണ്ടോ? അതിനെ കിടന്ന് നിലവിളിക്കില്ല, വേർത്ത് കുളിക്കില്ല, ബഹളം വെക്കില്ല, എല്ലാവരും എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ആ നിമിഷം അതൊക്കെ വാസ്തവമായിരുന്നു നമുക്ക്. എന്നാൽ അത് സത്യമല്ല. അതുകൊണ്ടാണ് ഭഗവാൻ ശങ്കരാചാര്യ ഒരിടത്ത് പറയുന്നു, സ്വകാലേ സത്യവദ്ഭാതി. അനുഭവിക്കുന്ന സമയത്ത് അത് സത്യമാണ്. സ്വകാലേ സത്യവത് ഭാതി. സ്വപ്നം അനുഭവിക്കുന്ന സമയത്ത് എല്ലാവർക്കും സത്യമാണ്. പ്രബോധേ സമയേ, ഉണർന്നു കഴിഞ്ഞാലോ അസത്തായിട്ട് തീരുന്നു. അതുകൊണ്ട് നമ്മളൊക്കെ സത്യത്തിലേക്ക് ഉണരണം. നാം ആരും സത്യത്തിലേക്ക് ഉണർന്നിട്ടില്ല. ഒരു സത്യത്തിന്റെ തലത്തിൽ നിന്നും മറ്റൊരു സത്യത്തിന്റെ തലത്തിലേക്ക് ഉയരുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഉണർന്നിട്ടില്ല. അതായത് സ്വപ്നത്തിൽ നിന്ന് നാം ജാഗ്രതയിലേക്ക് ഉണരുന്നു, ജാഗ്രതയിൽ നാം സ്വപ്നത്തിലേക്ക് ഉണരുന്നു, സ്വപ്നത്തിൽ നിന്നും ജാഗ്രതയിൽ നാം നിദ്രയിലേക്ക് ഉണരുന്നു. നമ്മുടെ സത്യം തലമാ. ജാഗ്രതലം, സ്വപ്നതലം. അപ്പൊ യഥാർത്ഥത്തിലുള്ള തലം എന്താണ്? അതിലേക്ക് ഇനിയും നമ്മളൊക്കെ ഉയരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഉത്തിഷ്ഠത ജാഗ്രത. സത്യം അറിയുന്നത് വരെ ജാഗ്രതയോടുകൂടിയിരിക്കുക. നാം ഒരു തലത്തിലുള്ള സത്യത്തിന്റെ തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലുള്ള സത്യത്തിലേക്ക് ഉയരുന്നതേയുള്ളൂ. പരമസത്യത്തിലേക്ക് ഇനിയും നമ്മൾ ഉയരേണ്ടിയിരിക്കുന്നു. എന്ത് തന്നെയായാലും അദ്ദേഹം ആത്മാവാകുന്നു സത്യം സമസ്ത ശരീരങ്ങളിലൂടെയും പ്രകടമാവുകയാണ്.
ഇങ്ങനെ സച്ചിദാനന്ദ സ്വരൂപമാവുന്ന സത്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. സച്ചിദാനന്ദ സ്വരൂപമാവുന്ന സത്യം സമസ്ത ശരീരങ്ങളിലൂടെയും പ്രകടമാവുന്നതിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. സച്ചിദാനന്ദ സ്വരൂപമായ ഈ കേവല സത്യം സമസ്ത ശരീരങ്ങളിലൂടെയും പ്രകടമാവുന്നതിനെ ഈശ്വരൻ എന്ന് പറയുന്നു. ഈശ്വരനാണ് സൃഷ്ടി. അപ്പോൾ അദ്ദേഹം സമസ്ത ശരീരങ്ങളുടെയും ഉടമസ്ഥനാണ്. ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് ആ രാജ്യത്തെ ജനകോടികളുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നു. അപ്പോഴാണ് അദ്ദേഹം അതിന്റെ പരമ ഉന്നത പദവിയിൽ എത്തുന്നത്. എന്തിനധികം അദ്ദേഹത്തിന്റെ രാജ്യത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ അദ്ദേഹത്തിന്റെ നിലപാടുകളെ എതിർക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അവരെ എതിർക്കാൻ അധികാരമില്ല. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പ്രളയമുണ്ടായി, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാല് ഉടൻ കേന്ദ്രം സഹായിക്കാൻ വരൂല്ലേ? കേന്ദ്രത്തിന് നിരസിക്കാൻ പറ്റില്ലോ. എന്റെ പാർട്ടിയുടെ എതിർ പാർട്ടി അവിടെ ഭരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ സഹായം കൊടുക്കില്ലെന്ന് പറയാൻ പറ്റുമോ? ഉടനോടി എത്തണം. കാരണം എന്താണ്? സംസ്ഥാനം തന്നെയാണ് കേന്ദ്രം, അല്ലേ? അതുപോലെ ഈശ്വരനെ നിഷേധിക്കുന്നവരെയും ഭഗവാൻ സംരക്ഷിക്കുന്നു. കാരണം അദ്ദേഹം സമഗ്രമാണ്. എല്ലാവരും അദ്ദേഹത്തിന്റെ അധീനതയിലാണ്. അപ്പോൾ എല്ലാ ശരീരങ്ങളിലൂടെയും സ്പന്ദിക്കുന്നതായ ആ ശക്തി, അതാണ് ഈശ്വരൻ. ഓർമ്മിക്കുക, എല്ലാ ശരീരങ്ങളിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മനുഷ്യൻ മാത്രമല്ല, അസംഖ്യം പ്രാണിവർഗങ്ങൾ, അങ്ങനെ അസംഖ്യം പ്രാണിവർഗങ്ങളിലൂടെ സ്പന്ദിക്കുന്നതായ ആ മഹശക്തിയെ ഈശ്വരൻ എന്ന് പറയുന്നു. ഇതിനെ നമ്മൾ 3 തലത്തിൽ നമുക്ക് വിവരിക്കാം. 1 കാരണം, 2 സൂക്ഷ്മം, 3 സ്ഥൂലം. ഇപ്പോൾ ഞാൻ എൻ്റെ ഈ രൂപത്തിൽ വന്നിരിക്കുന്നു. വൃക്ഷം വൃക്ഷത്തിന്റെ രൂപത്തിൽ വന്നിരിക്കുന്നു. നായ നായയുടെ രൂപത്തിൽ വന്നിരിക്കുന്നു. വൃക്ഷത്തിന് അങ്ങനെ ആവിർഭവിക്കാൻ ഒരു കാരണം വേണം. പക്ഷിക്ക് ആ രൂപത്തിൽ വരുവാൻ ഒരു കാരണം വേണം. പ്രത്യക്ഷപ്പെട്ട ഘടകങ്ങൾക്കൊക്കെ ആ രൂപത്തിൽ വരുവാൻ ഒരു കാരണം വേണം. നമ്മൾ അതിനെ ബീജം എന്ന് പറയുന്നു. കാരണം വേറൊരു ഭാഷയിൽ, വേദാന്തത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവ്യക്തം. ഇപ്പോൾ വ്യക്തമല്ല, എല്ലാം അവ്യക്ത രൂപത്തിൽ അതിൽ ഒളിഞ്ഞിരിക്കുകയാണ്. നാം ഉറങ്ങുമ്പോൾ നമ്മുടെ കാരണ ശരീരത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ ആ ശരീരം ഈ ശരീരമല്ല. ഒരു നായ ഉറങ്ങുമ്പോൾ അതിന്റെ കാരണത്തിലാണ് ഉറങ്ങുന്നത്. ഒരൊട്ടകം ഉറങ്ങുമ്പോൾ അതിന്റെ കാരണത്തിലാണ്. ഞാൻ ഉറങ്ങുമ്പോൾ എന്റെ കാരണത്തിലാണ്. കാരണത്തിൽ നിന്നുമാണ് കാര്യമുണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഒരു നായ ഉണരുമ്പോൾ നായയായിട്ട് തന്നെ ഉണരുന്നത്. ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാനായിട്ട് തന്നെ എഴുന്നേൽക്കുന്നത്. കാരണം ഉറങ്ങപ്പോഴോ ഞാൻ എൻ്റെ കാരണത്തിൽ പോയി ലയിച്ചു, നായ നായയുടെ കാരണത്തിൽ പോയി ലയിച്ചു. ഞാനും നായയോടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി, നല്ല സ്നേഹമായിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നായ ഞാനായിട്ടും ഞാൻ നായയായിട്ടും ഉണർന്നാൽ എന്തൊരവസ്ഥയായിരിക്കും? അല്ല, കെട്ടിപ്പിടിച്ചല്ലേ, സ്നേഹമായിട്ടല്ലേ ഉണർന്നത്, ഉറങ്ങിയത്. അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. ഇവിടെ ഒരു ക്രമമുണ്ട് എല്ലാത്തിനും.
സൃഷ്ടി അതിന്റെ ക്രമത്തിലാണ് നടക്കുന്നത്. അതിന്റെ ഓർഡറിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അതുപോലെ സൃഷ്ടിക്കപ്പെട്ട സകല ഘടകങ്ങളും ഉറങ്ങുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഉറങ്ങുന്ന നമുക്ക് ആലോചിക്കാം. അതുപോലെ ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളും ഉറങ്ങുന്ന ഒരു അവസ്ഥ, അതിനെയാണ് നമ്മൾ സമഷ്ടി കാരണ ശരീരം എന്ന് പറയുന്നത്. നമ്മൾ മാത്രമാകുമ്പോൾ എന്താ പറയുക? വ്യഷ്ടി ശരീരം അല്ലേ? എല്ലാ ശരീരങ്ങളും കൂടി, എല്ലാ ജീവികളുടെയും കൂടെ കൂടിയുമ്പോൾ സമഷ്ടി കാരണ ശരീരം, ഉറങ്ങുന്ന അവസ്ഥ. ഈ സമഷ്ടി കാരണ ശരീരങ്ങളിലൂടെ സ്പന്ദിക്കുന്ന പരമാത്മ ചൈതന്യത്തിനെ ഈശ്വരൻ എന്ന് പറയുന്നു. എല്ലാ ശരീരങ്ങളിലൂടെയും സ്പന്ദിക്കുന്നത് അതാണ് ഈശ്വരൻ, കാരണശരീരങ്ങളിലൂടെ. ഈ ആത്മാ ഇക്കാണുന്ന പ്രപഞ്ചത്തിലെ സകല കാരണ ശരീരങ്ങളിലൂടെ സ്പന്ദിക്കുമ്പോൾ അതിനെ ഈശ്വരൻ എന്നു പറയുന്നു. കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഈശ്വരൻ കാരണശരീരം. ഓക്കെ. രണ്ടാമത്തെ തലം സൂക്ഷ്മതലം. നമ്മുടെ മനോവികാരങ്ങൾ, നമ്മുടെ വികാര വിചാരങ്ങൾ, ഇതൊക്കെ സൂക്ഷ്മമാണ്. പരമാത്മസ്വരൂപം ഇക്കാണുന്ന പ്രപഞ്ചത്തിലെ സകല ഘടകങ്ങളിലൂടെയും എല്ലാ ശരീരങ്ങളിലൂടെയും എല്ലാവരുടെയും മനോബുദ്ധികളിലൂടെയും ആ പരമാത്മ ചൈതന്യം സ്പന്ദിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഹിരണ്യഗർഭൻ. അപ്പൊ നേരത്തെ കാരണശരീരത്തിന് പറഞ്ഞു. ഇനി നമ്മൾ വേറൊരു പദം, ഒരു ടെക്നിക്കൽ ടൈം കൂടെ പരിചയപ്പെടുകയാണ്. ഹിരണ്യഗർഭൻ. പരമാത്മസ്വരൂപം ഇക്കാണുന്ന പ്രപഞ്ചത്തിലെ സകല ഘടകങ്ങളിലൂടെയും എല്ലാവരുടെയും മനോബുദ്ധികളിലൂടെയും അതിനെ സ്പന്ദിക്കുമ്പോൾ വിളിക്കുന്ന പേരാണ് ഹിരണ്യഗർഭൻ. അപ്പൊ ആദ്യം പറഞ്ഞത് കാരണമാണ്, ഇപ്പൊ പറഞ്ഞ സൂക്ഷ്മമാണ്. ഇനി സ്ഥൂലം. ഇതേ പരമാത്മ ചൈതന്യം ഇവിടെയുള്ള സകല സ്ഥൂല ശരീരങ്ങളിലൂടെയും ബാഹ്യപരമായ എല്ലാ ഘടകങ്ങളിലൂടെയും സ്പന്ദിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് വിരാട്. ഈ പരമാത്മ ചൈതന്യം എല്ലാ സ്ഥൂല ശരീരങ്ങളിലൂടെയും സ്പന്ദിക്കുമ്പോൾ വിളിക്കുന്ന പേരാണ് വിരാട്. അപ്പൊ കേവലമായ സത്യം പറഞ്ഞതിനെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഈ കേവലമായ സത്യം സമഷ്ടി കാരണ ശരീരങ്ങളിലൂടെ സ്പന്ദിക്കുമ്പോൾ വിളിക്കുന്ന പേരാണ് ഈശ്വരൻ. സമഷ്ടി സൂക്ഷ്മ ശരീരങ്ങളിലൂടെ സ്പന്ദിക്കുമ്പോൾ ഹിരണ്യഗർഭൻ. സമഷ്ടി സ്ഥൂല ശരീരങ്ങളിലൂടെ സ്പന്ദിക്കുമ്പോൾ വിരാട്. മനസ്സിലായില്ലെങ്കിൽ വിട്ടേക്കുക. ഇത് തലയെ വെച്ചുകൊണ്ടിരുന്നാലും വലിയതൊന്നുമില്ലേ? മനസ്സിലായില്ലെങ്കിൽ വിട്ടേക്കുക. കാരണം നാളെ ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ കേൾക്കാം, ഓ ഇങ്ങനെ ഒരു ടൈമൊക്കെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലേ, ഇത്രയുള്ളൂ ടെക്നിക്കൽ ടൈം, ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇന്ന് രാത്രി മുഴുവൻ ഇരുന്നിട്ട് വിരാട് ഒന്നും മനസ്സിലാവുന്നില്ല, നാളെ ക്ലാസ്സിനെ വരണ്ടെന്ന് വിചാരിക്കണ്ട. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പരിചയപ്പെടണം. അതിനാണ്. അപ്പൊ മഹീദാസ ഋഷി പ്രഖ്യാപിക്കുന്നു, ആത്മാ ഏവ ഇദം അഗ്രേ ആസീത്. ഇത്രയേ ഉള്ളൂ. ഇതൊന്നുകൂടെ പറയാൻ വേണ്ടി ഇങ്ങോട്ട് വിസ്തരിച്ച് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ആകെ പറഞ്ഞിരിക്കുന്ന ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ആത്മാ ഏവ ഇദം അഗ്രേ ആസീത്. ഇത് മാത്രം മനസ്സിലാക്കിയ ആത്മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്യത് കിഞ്ചനമിഷത്, വേറൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ ലോകമുണ്ടാവട്ടെ എന്ന് സങ്കല്പിച്ചു.
ഇങ്ങനെ അദ്ദേഹം കാരണവുമായി ബീജവുമായിട്ട് താദാത്മ്യം പ്രാപിച്ചു. സമഷ്ടി കാരണവുമായി താദാത്മ്യം പ്രാപിച്ചു. സമഷ്ടി കാരണവുമായി താദാത്മ്യം പ്രാപിച്ചപ്പോൾ മെല്ലെ ഉണർന്നു. നമ്മളൊക്കെ രാവിലെ ഉണർന്നു വന്നതുപോലെ രാവിലെ എഴുന്നേറ്റാൽ ഐതരോപനിഷത്ത് ക്ലാസ് പഠിപ്പിക്കണം എന്ന് അല്ലെങ്കിൽ വിചാരിച്ച് ഞാൻ പോയി കിടന്നു. ഐതരോപനിഷത്ത് ക്ലാസ് കേൾക്കണമെന്ന് വിചാരിച്ച് നിങ്ങളും പോയി കിടന്നു. ആ വിചാരത്തോടെ തന്നെ രാവിലെ എഴുന്നേറ്റു. ഇപ്പോൾ ഇവിടെ വന്ന് ഇവിടെ ഇരിക്കുന്നു. ഇവിടെ അതിന്റെ ശ്രവണം നടക്കുന്നു. ഇത് വിരാടാണ്. അത് ഐതരേയ ഉപനിഷത്ത് ശ്രവണ വിരാട് അല്ലേ? മറ്റത് ഓരോരുത്തരും വിചാരിച്ചതാണ്. പക്ഷെ ഇവിടെ സമഷ്ടിയിൽ എല്ലാവരും കൂടെ വിചാരിച്ചു അത് വിരാടായി. സ്ഥൂല ഭാവത്തിൽ വന്നപ്പോൾ അത് വിരാടായില്ലേ? അപ്പൊ 3 തലങ്ങൾ സൃഷ്ടിയിൽ നമുക്ക് കാണാം. സൂക്ഷ്മം, സ്ഥൂലം, കാരണം. സത്യം ഇത് 3നും അതീതമാണ്. അതാണ് ആത്മാ. ആത്മാ ഏവ ഇദം അഗ്രേ ആസീത്. ഈ കാരണം, സ്ഥൂലം, സൂക്ഷ്മം എന്നൊക്കെ പറയപ്പെട്ടിരിക്കുന്നത് കയറിൽ പാമ്പിനെ കണ്ടതുപോലെയാണ്. അരണ്ട വെളിച്ചത്തിൽ നമ്മൾ നടന്നു പോയി, ഒരു വലിയ പാമ്പ് അതാ കിടക്കുന്നു. ഇപ്പൊ പിന്നെ ടോർച്ചൊന്നും വേണ്ട, മൊബൈൽ തന്നെ എടുത്ത് തെളിച്ച് നോക്കി. അപ്പോഴാണ് മനസ്സിലായത്, അയ്യോ ആരോട്ട് പോരെ കയറ് കഷ്ണാണ് കിടക്കുന്നത്. അപ്പോ ആ കയറിൽ പാമ്പ് ആരോപിക്കപ്പെട്ടിരിക്കുകയാണ് അല്ലേ? അവിടെ പാമ്പ് വന്നിട്ടില്ല. അല്ലെങ്കിൽ നടന്നു പോയപ്പോ എന്തോ ഒരാൾ അവിടെ ഇരിക്കുന്നത് പോലെ തോന്നി. ടോർച്ചടിച്ച് നോക്കുമ്പോ ഇല്ല, മയിൽക്കുറ്റിയാണ്, അല്ലെങ്കിൽ ഒരു സ്തൂപമായിരുന്നു. ആരോപിക്കപ്പെട്ടതാണ്. ഇതുപോലെ കാരണം, സൂക്ഷ്മം, സ്ഥൂലം എന്നൊന്നും വാസ്തവത്തിലില്ല. പിന്നെയോ അതൊക്കെ ആരോപിക്കപ്പെട്ടതാണ്. എന്നാൽ ഇല്ല എന്ന് പറയാനും പറ്റില്ല, ഉണ്ടോ എന്നും പറയാൻ പറ്റില്ല. ഇതിനെയാണ് ഭഗവാൻ ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്നത് മായ. സൃഷ്ടി മായയിൽ സംഭവിച്ചതാണ്. മായയാവട്ടെ സത്യത്തെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. മായ ഒരിക്കലും സ്വതന്ത്രമല്ല. മായ സത്യത്തിനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. മായയ്ക്ക് സ്വതന്ത്രമായിട്ട് സൃഷ്ടി നടത്താനും പറ്റില്ല. സത്യത്തിന് സൃഷ്ടി നടത്തേണ്ട ആവശ്യവുമില്ല. പക്ഷെ ഇവർ രണ്ടുകൂടെ കൂടിയപ്പോഴോ സൃഷ്ടി നടന്നു. അപ്പൊ സൃഷ്ടി എങ്ങനെയാ നടന്നതെന്ന് നമുക്ക് വിവരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് മായയെ വിവരിക്കുന്നത് ഇപ്രകാരമാണ്: അനിർവചനീയം. അതിനെ നമുക്ക് നിർവചിക്കാനേ പറ്റില്ല. അസാധ്യമായതിനെ സുസാധ്യമാക്കി തീർക്കുന്നതാണ് മായ. എല്ലാം ഒരു മായയുടെ കളിയാണെന്ന് പറയില്ലേ? അസാധ്യമായതിനെ പലതിനെയും സുസാധ്യമാക്കി തീർക്കുന്നതാണ് മായ. ഇന്ന് ഇത്രേ പറയുന്നുള്ളൂ. കാരണം വലിയ ഡോസാണ്. പക്ഷെ ഈ അധ്യായത്തിലെ ഏറ്റവും വിഷമമേറിയ ഭാഗം കഴിഞ്ഞു. ഇനി വളരെ എളുപ്പമാണ്. ഇനി കേൾക്കാൻ നാളെയൊക്കെ വളരെ സിമ്പിളാണ്. മന്ത്രം കൂടുതലുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ അർത്ഥങ്ങൾ ഇതാണ് ശരിക്കും ഇനി വിസ്തരിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു ഭാവങ്ങളാണ്. സൃഷ്ടി കൊണ്ട് പറഞ്ഞു, സൃഷ്ടി രഹസ്യം പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ചുരുക്കി ഇപ്പൊ കണ്ടതൊന്നുകൂടെ പറയാം. സൃഷ്ടിക്ക് മുമ്പ് ആത്മാ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ആത്മാ ഏവ ഇദം അഗ്രേ ആസീത്. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കാണുന്ന പദാർത്ഥങ്ങളൊക്കെ അതിൽ നിന്ന് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ഇവയൊക്കെ ഉണ്ടായതാണ്. ഉള്ളതൊക്കെ ഉണ്മയിൽ നിന്ന് മാത്രമേ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ ഈ പ്രപഞ്ച പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് സത്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സദേവ സൗമ്യ ഇദം അഗ്രേ ആസീത്. വേറൊരു ഉപനിഷത്ത് പറയുന്നു, ഈ സൃഷ്ടിക്ക് മുമ്പ് എന്തായിരുന്നു? സൃഷ്ടിയേ ഇല്ലായിരുന്നു. അപ്പൊ സൃഷ്ടിക്ക് മുമ്പ് സൃഷ്ടിയുടെ അഭാവമാണ് ഉണ്ടായിരുന്നത്. സൃഷ്ടിയുടെ അഭാവത്തെ കുറിച്ച് ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഇപ്പോൾ നമുക്ക് ഈ സൃഷ്ടിയുടെ അഭാവത്തെ അറിയാൻ സാധിക്കുന്നില്ലേ? സൃഷ്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ സൃഷ്ടിയുടെ അഭാവത്തെ അറിഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു. ആരാണ്? ഞാൻ. ആത്മാ തന്നെ. ഞാൻ തന്നെയാണ് ആത്മാ. അതിനെ അറിഞ്ഞാൽ സുസുഖം. രമണ മഹർഷിയൊക്കെ പറയുന്നു, അതിനെ അറിയുക എന്ന് പറഞ്ഞ സുലഭമാണ്. അപ്പൊ സൃഷ്ടിയിലെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒന്നും ഇല്ല എന്നറിയുവാൻ നിങ്ങളുണ്ട്. നിങ്ങൾ തന്നെയാണ് ആത്മാ. അത് തന്നെയാണ് ശ്രീരാമചന്ദ്രജിയും ശ്രീകൃഷ്ണനും ശ്രീ പരമേശ്വരനും ഒക്കെയായ പരമാത്മതത്വം. സമസ്ത ദർശനങ്ങളും പറയുന്ന ആത്മതത്വം ഈ ആത്മാവ് തന്നെയാണ്. അപ്പൊ സൃഷ്ടിയുടെ അഭാവം നാം ഇപ്പോൾ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. പിന്നീട് ആ സത്യം വിചാരിച്ചു. സ ഈക്ഷത ലോകാനുസൃജ ഇതി. തുടർന്ന് അദ്ദേഹത്തിൽ നിന്നും സൃഷ്ടിക്ക് ആവശ്യമായ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി ഇവയൊക്കെ രൂപപ്പെട്ടു. അതിൻ്റെ സൂക്ഷ്മരൂപം ആദ്യം. പിന്നീടത് പുറത്തേക്ക് വന്നു. ആദ്യം സൂക്ഷ്മമായിട്ട് വന്നു, പിന്നീടത് പുറത്തേക്ക് വന്നപ്പോൾ സ്ഥൂലരൂപമായി. അപ്പൊ പരമാത്മസ്വരൂപം തന്നിൽ അന്തർഭവിച്ചു. സൃഷ്ടി വിഭാവനം ചെയ്യുമ്പോൾ അദ്ദേഹം കാരണശരീരമാകുന്നു. പിന്നീട് അദ്ദേഹം സൂക്ഷ്മ ശരീരമാകുന്നു. പിന്നീട് സ്ഥൂല ശരീരത്തിലേക്ക് പ്രവേശിക്കും. അങ്ങനെ അദ്ദേഹം പഞ്ചമഹാഭൂതങ്ങൾ സൃഷ്ടിച്ചു. ഈ പഞ്ചമഹാഭൂതങ്ങളൊക്കെ സൂക്ഷ്മതലത്തിലാണ്. സ്ഥൂലത്തിലേക്ക് വരുന്നേയുള്ളൂ. ബാക്കി നമുക്ക് നാളെ കാണാം. ഇന്ന് കേട്ടിട്ട് ഇനി നാളെ വരാതിരിക്കരുതേ. ഇനി നമുക്ക് ഒന്നും മന്ത്രങ്ങൾ കൂടുതലുണ്ട്. പക്ഷേ ഈ സൃഷ്ടി ഓരോന്നും വിശദീകരിച്ച് പറയുകയാണ്. എങ്ങനെയാണ് സസ്യജാലങ്ങൾ ഇവിടെ ഉണ്ടായത്, വൃക്ഷങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത്, ഭൂമി എങ്ങനെയാണ്, ജലമുണ്ടായത്, ഓരോന്നിനെയും സൃഷ്ടിച്ചത് എങ്ങനെയാണ്. നല്ല രസമാണ് സൃഷ്ടി രഹസ്യം കേൾക്കാനായിട്ട്. കാരണം നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. ഒരു വലിയൊരു അത്ഭുതമാണ് ശരിക്കും ഈ ഒരു സൃഷ്ടി എന്ന് പറയുന്നത്, അല്ലേ? ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ രൂപം കൊണ്ടത്? ഹരിയോ. വ്യാഖ്യാനം വീട്ടിൽ പോയിട്ട് നന്നായിട്ട് വായിക്കണം. എല്ലാവരും ബുക്കുണ്ടല്ലോ, അല്ലേ? ഇംഗ്ലീഷ് ആയാലും മലയാളമായാലും. ശരിക്കും ഇംഗ്ലീഷ് തന്നെയാണ് വായിക്കേണ്ടത്. ഗുരുദേവന്റെ സ്വസിദ്ധമായ ഭാഷ, ഗംഭീരമായ വ്യാഖ്യാനമുണ്ട് ഇതൊക്കെ. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ ഹരി ഓം.